ലോകം കഴിഞ്ഞ 3 മാസത്തിലേറെയായി ശ്വാസം അടക്കിപ്പിടിച്ചാണ് പശ്ചിമേഷ്യയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ആരംഭിച്ച സായുധ പോരാട്ടം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമോ അധികാര വടംവലിയോ ആയിരുന്നില്ല. മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലുക്കിയ സാധാരണക്കാരന്റെ അടുക്കളയിലെ ബജറ്റ് വരെ താളം തെറ്റിച്ച ഒരു വൻ സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടക്കം കൂടിയായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ ലോകത്തിന് അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് നയതന്ത്ര വൃത്തങ്ങളിൽ നിന്നും പുറത്തുവരുന്നത്. 3 മാസത്തിലേറെ നീണ്ട യുദ്ധത്തിന് താൽക്കാലികമായ ഒരു തിരശീല വീഴാൻ പോകുന്നു. 60 ദിവസത്തെ വെടിനിർത്തൽ ഉറപ്പാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏകദേശ ധാരണയിൽ എത്തിയെന്നതാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ധാരണകൾ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഏതാനും ദിവസങ്ങൾക്കകം അന്തിമ തീരുമാനം ലോകത്തെ അറിയിക്കുമെന്നുമാണ് സൂചന. ഇറാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും ഈ ചെറിയൊരു സമാധാന സൂചന പോലും ആഗോള വിപണിയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. കുതിച്ചുയർന്നുകൊണ്ടിരുന്ന ക്രൂഡ് ഓയിൽ വില തൽക്ഷണം താഴേക്ക് പതിക്കുകയും ആഗോള ഓഹരി വിപണികൾ വലിയ നേട്ടത്തിന്റെ പാതയിലേക്ക് തിരികെ വരികയും ചെയ്തു. ഇതിനൊപ്പം സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് നിക്ഷേപകർ ഒഴുകിയെത്തിയതോടെ സ്വർണ്ണവില മേലോട്ട് കുതിക്കുന്ന കാഴ്ചയും നാം കണ്ടു. അമേരിക്കൻ ഡോളർ സൂചികയും 10 വർഷത്തെ US ട്രഷറി ഈൽഡും താഴേക്ക് പോയത് വിപണിയിലെ ഭയം കുറയുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ്. ഏതൊരു യുദ്ധവിരാമവും വിജയിക്കുന്നത് ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമ്പോഴാണ്. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് വളരെ കൃത്യവും എന്നാൽ സങ്കീർണവുമായ ചില ഉപാധികളാണ് ഈ 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിലേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും തുല്യമായ നടപടികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇറാൻ പ്രധാനമായും ചെയ്യേണ്ടത് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുക എന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി അടഞ്ഞുകിടക്കുന്ന ഈ നാവിക പാതയിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരം യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ സാധാരണ നിലയിലാക്കാൻ ഇറാൻ ബാധ്യസ്ഥരാണ്. ഇതിനൊപ്പം തന്നെ അതീവ ഗൗരവമുള്ള മറ്റൊരു ഉപാധി കൂടി ഇറാൻ പാലിക്കേണ്ടതുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ അവർ സ്ഥാപിച്ചിട്ടുള്ള കടൽ ബോംബുകൾ അഥവാ മൈനുകൾ 30 ദിവസങ്ങൾക്കകം പൂർണ്ണമായും നീക്കം ചെയ്യണം. ഈ പ്രദേശം സുരക്ഷിതമാക്കുന്നതിലൂടെ മാത്രമേ ആഗോള വ്യാപാരം പഴയപടിയാക്കാൻ സാധിക്കൂ. അതോടൊപ്പം തന്നെ ഇറാന്റെ ആണവായുധ നിർമ്മാണ പദ്ധതികൾ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന അമേരിക്കയുടെ ദീർഘകാല ആവശ്യവും ഈ കരാറിന്റെ ഭാഗമാണ്. വെടിനിർത്തൽ നിലനിൽക്കുന്ന 60 ദിവസങ്ങൾക്കുള്ളിൽ ഇറാന്റെ കൈവശമുള്ള യുറേനിയം ശേഖരത്തിന്റെ ഭാവി എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്താനും ധാരണയായിട്ടുണ്ട്. മറുവശത്ത് അമേരിക്കയും വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടതുണ്ട്. ഇറാൻ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് അമേരിക്കൻ പ്രതിനിധികൾ കൃത്യമായി വിലയിരുത്തും. ഇറാൻ സഹകരിക്കുന്ന പക്ഷം അവർക്കുമേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ചിട്ടുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിൽ ഗണ്യമായ ഇളവുകൾ വരുത്തും. വർഷങ്ങളായി വിവിധ വിദേശ ബാങ്കുകളിലായി മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാന്റെ കോടിക്കണക്കിന് ഡോളർ വരുന്ന സാമ്പത്തിക ആസ്തികൾ വിട്ടുകൊടുക്കാനും അമേരിക്ക തയ്യാറാകും. ഇതിനെല്ലാം പുറമെ യുദ്ധം മൂലം കടുത്ത പ്രതിസന്ധിയിലായ ഇറാനിലെ സാധാരണ ജനങ്ങൾക്കായി ജീവൻ രക്ഷാ മരുന്നുകളും മറ്റാവശ്യ വസ്തുക്കളും എത്തിച്ചു നൽകുന്നതിനുള്ള വിലക്കുകൾ നീക്കുന്ന കാര്യവും അമേരിക്കൻ ഭരണകൂടം ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. പരസ്പര വിശ്വാസം വളർത്തിയെടുക്കാനുള്ള ഈ പ്രാഥമിക ചുവടുവെപ്പുകൾ വിജയിച്ചാൽ മാത്രമേ ഒരു ശാശ്വത സമാധാനത്തിലേക്ക് പശ്ചിമേഷ്യയ്ക്ക് നടന്നെടുക്കാൻ സാധിക്കൂ. ഈ വെടിനിർത്തൽ ധാരണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഹോർമൂസ് കടലിടുക്ക് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ യുദ്ധം ലോകത്തെ എത്രത്തോളം ഭയപ്പെടുത്തിയിരുന്നു എന്ന് മനസ്സിലാകുക. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയാണ് ഒമാനും ഇറാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ കടൽ ഭാഗം. ഫെബ്രുവരി അവസാനം മുതൽ ഇറാൻ ഈ പാത അടച്ചിട്ടതോടെ അക്ഷരാർത്ഥത്തിൽ ആഗോള വിതരണ ശൃംഖലയുടെ കഴുത്ത് ഞെരിക്കപ്പെടുകയായിരുന്നു. ക്രൂഡ് ഓയിൽ, ദ്രവീകൃത പ്രകൃതിവാതകം അഥവാ LNG, പാചകവാതകം അഥവാ LPG എന്നിവയുടെ നീക്കം പൂർണ്ണമായും നിലച്ചു. ഇതോടെ ഊർജ്ജ വിതരണത്തിൽ വൻ ഇടിവുണ്ടാവുകയും ലോകമെമ്പാടുമുള്ള വ്യാവസായിക ഉൽപ്പാദനത്തെ അത് സാരമായി ബാധിക്കുകയും ചെയ്തു. കപ്പലുകൾക്ക് മറ്റു സുരക്ഷിത പാതകൾ തേടേണ്ടി വന്നതോടെ ചരക്ക് നീക്കക്കൂലിയും കണ്ടെയ്നർ വാടകയും കുത്തനെ ഉയർന്നു. ഇന്ത്യയെപ്പോലെ ഇന്ധനത്തിനായി വലിയ തോതിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ ഇത് ഗുരുതരമായാണ് ബാധിച്ചത്. പെട്രോൾ, ഡീസൽ വിലകളിലുണ്ടായ കുതിച്ചുചാട്ടം ഇന്ത്യയിലെ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്ക് വരെ നയിച്ചു. ഭക്ഷ്യവസ്തുക്കളുടെയും മരുന്നുകളുടെയും വരെ വിതരണം താളം തെറ്റി. ഒരു മനുഷ്യ ശരീരത്തിലെ പ്രധാന ധമനി അടഞ്ഞുപോയാൽ എന്ത് സംഭവിക്കുമോ അതാണ് ഹോർമൂസ് അടഞ്ഞപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കപ്പെടുകയും ചെയ്താൽ ലോകരാജ്യങ്ങൾക്ക് ലഭിക്കുന്ന ആശ്വാസം ചെറുതൊന്നുമായിരിക്കില്ല. അത് കേവലം ഇന്ധനവിലയിലെ കുറവ് മാത്രമല്ല, മറിച്ച് മരവിച്ചുപോയ ആഗോള വിപണിയിലേക്കുള്ള രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ കൂടിയായിരിക്കും. യുദ്ധം ആർക്കും ഒരു നേട്ടവും ഉണ്ടാക്കുന്നില്ല എന്ന പഴയ പാഠം അമേരിക്ക ഒരിക്കൽ കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ സാമ്പത്തികമായും സൈനികമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പോരാട്ടം അമേരിക്കയുടെ തന്നെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു.
ആഭ്യന്തര വിപണിയിൽ എണ്ണവിലയും ഊർജ്ജോൽപ്പന്നങ്ങളുടെ വിലയും കുതിച്ചുയർന്നത് അമേരിക്കൻ പൗരന്മാരുടെ ജീവിത ചെലവ് അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചു. അമേരിക്കൻ വാണിജ്യ വകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്തെ പണപ്പെരുപ്പം കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 3.8% എത്തി നിൽക്കുകയാണ്. ഇത് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരെ വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായി അടിസ്ഥാന പലിശ നിരക്കുകൾ കുറയ്ക്കാൻ അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് തയ്യാറെടുത്തിരുന്നുവെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ സമീപ ഭാവിയിലൊന്നും അതിന് സാധ്യതയില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. പലിശ നിരക്കുകൾ ഉയർന്ന നിലയിൽ തുടരുന്നത് നിക്ഷേപങ്ങളെയും വ്യാവസായിക വളർച്ചയെയും തടസ്സപ്പെടുത്തും. അതോടൊപ്പം തന്നെ രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന ഭീതിയും വ്യാപകമായിട്ടുണ്ട്. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം വലിയ തോതിൽ ഇടിഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരാൻ കാരണമായി. മറ്റൊരു രാജ്യത്തെ തകർക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട അമേരിക്കയ്ക്ക് സ്വന്തം സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ ഏറ്റ കനത്ത പ്രഹരമാണ് ഒരുപക്ഷെ ഇത്തരമൊരു വെടിനിർത്തൽ വേഗത്തിലാക്കാൻ അവരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. യുദ്ധത്തിന്റെ സാമ്പത്തിക ഭാരം താങ്ങാൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയ്ക്ക് പോലും പരിമിതികളുണ്ട് എന്ന് ഈ സംഭവ വികാസങ്ങൾ അടിവരയിടുന്നു. 60 ദിവസത്തെ വെടിനിർത്തൽ ഒരു വലിയ പ്രതീക്ഷയാണെങ്കിലും യാഥാർത്ഥ്യങ്ങൾ പൂർണ്ണമായും ശുഭകരമല്ല. സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പര വിശ്വാസം തൊട്ട് തീണ്ടിയിട്ടില്ല എന്നതാണ് സത്യം. ഇറാനിയൻ മാധ്യമങ്ങൾ ഈ കരാറിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നത് അവരുടെ ഭരണകൂടത്തിന് ഇതിലുള്ള അവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ആക്രമണങ്ങൾ തുടരുകയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം അമേരിക്ക 2 തവണയാണ് ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത്. ഇതിനു പുറമെ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ ഇസ്രയേൽ ലെബനനിൽ തങ്ങളുടെ വ്യോമാക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. ഇതിനൊക്കെയുള്ള തിരിച്ചടിയെന്നോണം കുവൈറ്റിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങളെ ഉന്നം വെച്ച് ഇറാനും ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഏറ്റവും ഒടുവിലായി ബന്ദർ അബ്ബാസിൽ വെച്ച് ശത്രുവിന്റെ ഒരു ഹെലികോപ്റ്റർ തങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ഇറാനിയൻ സൈന്യം ഔദ്യോഗികമായി അവകാശപ്പെട്ടിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ ഹെലികോപ്റ്റർ ആണെന്നാണ് വ്യാപകമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ അമേരിക്കൻ സൈനിക നേതൃത്വം ഈ വാർത്ത പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ സമാധാന കരാറിലെ ഏറ്റവും വലിയ പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധത്തെക്കുറിച്ചിട്ടുള്ള അവ്യക്തതയാണ്. ഇറാനിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പോകുന്ന വാണിജ്യ കപ്പലുകളെ അമേരിക്കൻ നാവികസേന തടയുന്ന രീതി അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ഈ 60 ദിവസത്തെ കരാർ രൂപരേഖയിൽ യാതൊരു പരാമർശവുമില്ല. തങ്ങളുടെ നാവിക ഉപരോധം തുടരുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. അതായത് ഇറാൻ തങ്ങളുടെ ഭാഗത്തെ ഉപരോധം പിൻവലിച്ചാലും അമേരിക്ക അത് തുടരുമെന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഈ ഒരൊറ്റ കാരണം മതി ഈ സമാധാന നീക്കങ്ങൾ മുഴുവൻ പാളം തെറ്റാൻ. യുദ്ധങ്ങൾ ഒരിക്കലും ഒരു പ്രശ്നത്തിനും ശാശ്വത പരിഹാരമാകുന്നില്ല എന്നത് ചരിത്രം നൽകുന്ന പാഠമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ 60 ദിവസത്തെ വെടിനിർത്തൽ ഒരു ശാശ്വത സമാധാനത്തിലേക്കുള്ള വാതിലായി മാറുമോ, അതോ കൂടുതൽ വലിയൊരു യുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പുകൾക്കുള്ള ഇടവേള മാത്രമായി ഒതുങ്ങുമോ എന്നതാണ് ലോകമിപ്പോൾ ഉറ്റുനോക്കുന്നത്. തങ്ങളുടെ സാമ്പത്തിക നഷ്ടങ്ങളും സൈനിക പരാജയങ്ങളും ഇരു രാജ്യങ്ങളെയും ഇരുത്തി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഈ 60 ദിവസങ്ങൾ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ സമാധാന ചർച്ചകൾക്ക് വേദിയായേക്കാം. സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കപ്പുറം മനുഷ്യജീവനും ആഗോള സമാധാനത്തിനും വില കൽപ്പിക്കാൻ ലോക നേതാക്കൾ തയ്യാറാകുമോ എന്നതാണ് വരും ദിനങ്ങൾ നൽകാൻ പോകുന്ന ഏറ്റവും വലിയ ഉത്തരം. യുദ്ധത്തിന്റെ മേഘപടലങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോയിട്ടില്ലെങ്കിലും ഈ വെടിനിർത്തൽ വാർത്ത നൽകുന്ന പ്രതീക്ഷയുടെ വെളിച്ചം ലോകത്തിന് ഒരു വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ സമയം ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നയതന്ത്രജ്ഞർക്ക് സാധിച്ചാൽ അത് മനുഷ്യരാശിയുടെ തന്നെ ചരിത്ര വിജയമായി അടയാളപ്പെടുത്തും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.